ഹേയ് പി എസ് സി ആസ്പിരൻസ്, പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സൺഡേ സ്റ്റഡി ബ്ലോഗാണേ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എണീക്കാനൊരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ പഠനമൊക്കെ ഒരു ഫ്ലോപ്പ് ആയിരിക്കുമെന്ന്. കാരണം മോർണിംഗ് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്കൊന്നും ശരിയാവില്ല. പക്ഷേ ഇന്ന് ഞാനൊരു 9 മണിയാകുമ്പോൾ തന്നെ കുക്കിങ്ങൊക്കെ ഫിനിഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ 25 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ടാണ് എല്ലാ സബ്ജക്റ്റും നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറണ്ട് അഫെയർസ് മാത്രം കുറച്ച് അധികം ടൈം എടുത്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കറണ്ട് അഫെയർസ് ആണ്. ഡെയിലി കറണ്ട് അഫെയർസ് എഴുതി. അതിനുശേഷം മാത്സ് നോക്കിയത് പെർസെൻറ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് ടെൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഇത് തീരുന്നില്ല. ഇംഗ്ലീഷ് എനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് പാടുള്ളൊരു സബ്ജക്റ്റാണ്. ഒന്നാമത് ഞാൻ മലയാളം മീഡിയമാണ്, അതുകൊണ്ട് നല്ലൊരു ബേസ് എനിക്കില്ല. ഈ PSCയിലേക്ക് വന്നതിന് ശേഷമാണ് ടെൻസും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെയാണെന്ന് പഠിക്കുന്നത് തന്നെ ഇപ്പോഴാണ്. ദെൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മലയാളമാണ്. മലയാളം പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ക്ലാസ് നോട്ട്സ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം യൂട്യൂബ് ക്ലാസ്സൊക്കെ കാണും മലയാളത്തിന് വേണ്ടിയിട്ട്. പിന്നെ PYക്ക് നമ്മൾ എന്തായാലും നോക്കണം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ളത്. അതുമാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അങ്ങനെ കിട്ടിയിട്ടും ഉണ്ടാകും. ആ സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ PSCൻ്റെ ട്രെൻഡ് തന്നെ മാറിയില്ലേ. ഇപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിന്നും +1 +2 NCERT ബുക്ക് നോക്കിയല്ലേ. അതുകൊണ്ട് നിങ്ങൾ റാങ്ക് ഫയൽ മാത്രം നോക്കിയിരിക്കരുത്, എല്ലാം കവർ ചെയ്യാൻ നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കണം, NCERT നോക്കണം, ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്ത് പോകണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് മൂന്നിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. റാങ്ക് ഫയൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ സുപ്രധാന നിയമങ്ങൾ, സിവിക്സ്, കലാ, കായികം, സംസ്കാരം ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ റെഫർ ചെയ്യാൻ എന്തായാലും റാങ്ക് ഫയൽ ആവശ്യമാണ്. പക്ഷേ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ +1 +2 NCERT ബുക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്കൽ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പ്രധാനമായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്ത PDF തന്നെയാണ് നോക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ ഗൈഡൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഗൈഡ് വായിക്കുമ്പോൾ ഒരു ടെൻഷനാണ്, ഇവർ ഇതിനകത്ത് മുഴുവൻ പോയിൻറ്സും ആഡ് ചെയ്തിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരിത്. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദുരന്ത നിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വൈകുന്നേരം ആയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു പാർക്കിലാണ്. നല്ലൊരു സൺസെറ്റ് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സാധാരണ പുറത്ത് പോയിട്ട് വന്നാൽ പിന്നെ എനിക്ക് ഇരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ഇന്ന് എന്നെ മാക്സിമം പുഷ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മാത്സും പിന്നെ ഇംഗ്ലീഷും, അതായത് മോർണിംഗ് ഏകദേശം പകുതി ആക്കി വെച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ പിന്നെ നോക്കിയത്. ഒരു ദിവസം കുറച്ചധികം പഠിച്ചാൽ പിന്നെ തലയിലേക്കൊന്നും കയറാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് ലീവായിരുന്നേ. അപ്പോൾ ആ ദിവസത്തെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് എഴുതുകയാണ് ഞാൻ പിന്നെ ചെയ്തത്. എനിക്ക് ഈ ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ PDF വായിച്ചിട്ടോ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മളെ സന്തോഷം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മളെ മാത്രം കടമയാണ്. വലുതായിട്ടൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് ഇട്ട് എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്തെ ജോലി ആയില്ലെന്ന് ചോദിച്ചിട്ടും ലിസ്റ്റിൽ വന്നില്ലെന്ന് ചോദിച്ചിട്ടും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ നെഗറ്റീവ് ആവാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതിലും കൂടുതൽ റിവൈസ് ചെയ്യുക. പുതിയൊരു സ്റ്റഡി ബ്ലോഗിൽ കാണാം. ബൈ ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the